നമ്മളൊന്നും കാണാറുള്ള ചില കാഴ്ചകളുണ്ട്. ബസ്സിലെ സ്ത്രീകളുടെ സീറ്റിലിരിക്കാത്ത പുരുഷന്മാരും അതേസമയം പുരുഷന്മാരുടെ സീറ്റിലിരിക്കുന്ന സ്ത്രീകളും, ക്യൂവിൽ സ്ത്രീകൾക്ക് മുൻഗണന. ഇതൊക്കെ കാണുമ്പം ചിലപ്പോഴങ്ങ് നമ്മൾ ചിന്തിക്കാറില്ലേ, എന്താണ് ഇങ്ങനെയെന്ന്? സത്യത്തിൽ ഇതൊന്നും ആർക്കും ആരെക്കാളും വലിയവരാകാനോ ചെറിയവരാകാനോ ഉള്ള നിയമങ്ങളല്ല. സ്ത്രീകൾ ശാരീരികമായി കുറച്ചുകൂടി കരുതൽ ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിയമങ്ങൾ ഉണ്ടായത്. പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലക്കാണെന്ന്. അവിടെ പലപ്പോഴും പുരുഷൻ ആ മുള്ളും സ്ത്രീ ഇലയുമായി മാറുന്നു. ശരിയാ, ശാരീരികമായി സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താരതമ്യേന ബലഹീനരായിരിക്കാം. അവരെ സംരക്ഷിക്കാൻ നമുക്ക് നിയമങ്ങളുമുണ്ട്. സ്ത്രീക്ഷേമ വകുപ്പും വനിതാ കമ്മീഷനും ഒക്കെ വളരെ സജീവമാണ്, അത് ആവശ്യമാണ്. പക്ഷേ ഒരു പുരുഷൻ എല്ലാം സഹിക്കണമെന്ന് പറയുന്നിടത്ത് നീതിയുണ്ടോ? ഒരു സ്ത്രീക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്ന പുരുഷൻ കാണിക്കുന്നത് അവൻ്റെ ബലഹീനതയല്ല, മറിച്ച് അവൻ്റെ സംസ്കാരമാണ്. അതുപോലെ തനിക്ക് ലഭിക്കുന്ന ആ പരിഗണനയെ ബഹുമാനത്തോടെ കാണുന്നിടത്താണ് ഒരു സ്ത്രീയുടെ മാന്യത. ഒരു കാര്യം ഓർക്കുക, നിയമങ്ങൾ സുരക്ഷയ്ക്കുള്ളതാണ്. അതൊരായുധമാക്കി മറ്റൊരാളെ തകർക്കാൻ ഉപയോഗിക്കരുത്. നിയമങ്ങൾ നമുക്ക് സുരക്ഷയ്ക്കായി തന്നിട്ടുള്ള പരിചകളാണ്. ആ പരിചകളെ മറ്റൊരാളെ മുറിവേൽപ്പിക്കാനുള്ള വാളാക്കി മാറ്റരുത്. നിയമം ഉപയോഗിക്കാം, പക്ഷെ അതൊരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ബഹുമാനം എന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് പരസ്പരം നൽകേണ്ടതാണ്. അത് ആണായാലും പെണ്ണായാലും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.